നിസ്കാരത്തിൽ നിർബന്ധമായിട്ട് ഓതേണ്ട ഒരേ ഒരു സൂറത്തേ ഉള്ളൂ. അതേതാണ്? സൂറത്തുൽ ഫാത്തിഹ മാത്രാൻ. ഫാത്തിഹ അല്ലാത്തതൊക്കെ സുന്നത്താണ്. ഫാത്തിഹയ്ക്ക് ശേഷം ഓതുന്ന സൂറത്തുകളൊക്കെ സുന്നത്താണ്. ഇനി ഇവിടെ ഉള്ളൊരു വിഷയം, ഫാത്തിഹ ഓതണമല്ലോ. അപ്പോൾ ഒരു ഇമാമ് അവർ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, പള്ളിയിൽ ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പള്ളിയിൽ കയറി വന്നപ്പോൾ റുക്കു ചെയ്തു. അപ്പോൾ നമുക്ക് ആ റക്അത്ത് കിട്ടുമോ ഇല്ലേ? കിട്ടും എന്നാണ് പറയുന്നത് അല്ലേ? കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. പള്ളിയിലേക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു കയറി വന്നു. ഏത് സഹാബി? അബൂബക്കർ അല്ല. അബൂബക്കറിനെ നമുക്ക് പരിചയം ഉണ്ടാവുക, റളിയല്ലാഹു അൻഹു. അബൂബക്കർ അല്ല, അബൂബക്കറത്ത അസ്സഖഫി റളിയല്ലാഹു അൻഹു. അദ്ദേഹം കയറി വന്നു. അപ്പോൾ നബിയും സഹാബിമാരും റുക്കോയിലാണ്. അപ്പോൾ ഈ സഹാബി എന്താണെന്ന് വെച്ചാൽ സൊഫിലേക്ക് കയറിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? മൂപ്പര് നേരെ റുക്കു ചെയ്തിട്ട് എന്ത് ചെയ്തു? സൊഫിലേക്ക് കയറി നിന്നു. അപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ നബി പറഞ്ഞത്, സാദക്കല്ലാഹു ഹിർസൻ, അള്ളാഹു നിങ്ങളുടെ താല്പര്യം, ആവേശം, നന്മയിൽ മുന്നേറാനുള്ള ഈ ഒരു താല്പര്യം എന്ത് ചെയ്യട്ടെ? അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. ഫലാ തഊദ്, ഇനി എന്ത് ചെയ്യാൻ പാടില്ല? ഇനി ആവർത്തിക്കാൻ പാടില്ല. ഇപ്പം ചെയ്തു, ഇനി എന്ത് ചെയ്യാൻ പാടില്ല? ഇങ്ങനെ സൊഫിലേക്ക് കയറിക്കുന്ന മുമ്പ് റുക്കു ചെയ്തിട്ട് സൊഫിലേക്ക് കയറി നിൽക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു. അപ്പോൾ ഈ ഹദീസാണ് എന്തിന് തെളിവ്? റുക്കു കിട്ടിയാൽ ഫാത്തിഹ കിട്ടുന്നുള്ളതിന് തെളിവ്. എങ്ങനെ തെളിവാകുക? ആ സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞിട്ടില്ല? വീണ്ടും മടക്കി നിർവഹിക്കാൻ പറഞ്ഞിട്ടില്ല, വീണ്ടും നിസ്കരിക്കണം പറഞ്ഞിട്ടില്ല. നിസ്കാരം ശരിയാവൂലെങ്കിൽ എന്തു പറയായിരുന്നു? ഒന്നുകൂടി നിസ്കരിക്കണം, കാരണം ഫാത്തിഹ കിട്ടിയിട്ടില്ല എന്ന് പറയായിരുന്നു. അപ്പോൾ ഇമാമിൻ്റെ കൂടെ റുക്കൂയിലാണെങ്കിലും എന്ത് ചെയ്യും? അയാൾക്ക് റക്അത്ത് കിട്ടും എന്നാണ് ഈ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ വൈകി വന്ന ഒരാൾ നിസ്കാരം തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത്. ഇമാമ് ഇയാൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ചൊല്ലിയപ്പോൾ ഇമാം എന്ത് ചെയ്തു? റുക്കൂയിലേക്ക് പോയി. ഇനി ബാക്കി ഫാത്തിഹ ഓതാനുള്ള സമയം ഇല്ല. ഫാത്തിഹ ഓതി തീർക്കുകയാണെങ്കിൽ ഇമാം എന്ത് ചെയ്യും? റുക്കൂയിൽ നിന്ന് ഉയരും. അപ്പോൾ എന്ത് ചെയ്യും? ഇയാൾ എന്ത് ചെയ്യുക? ഇമാമിൻ്റെ കൂടെ റുക്കൂ ചെയ്യുക. ഫാത്തിഹ എന്ന നിർബന്ധമായ ബാധ്യത ആ അവസ്ഥയിൽ അയാൾക്ക് എന്താകും? ഒഴിവാകും. അത് അയാൾക്കുള്ള ഇളവാണ്. അങ്ങനെ വൈകി വന്ന ആളുകൾക്കുള്ള ഇളവാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എത്തിയിട്ടുണ്ട്. ഞാൻ 2 ആയത്ത് ഓതാനുള്ളൂ. അപ്പോൾ ഇമാമ റുക്കോയിൽ നിന്ന് ഉയരുന്നതിന് മുമ്പ്, ഇമാമ് മുതുക് നിവർത്തുന്നതിന് മുമ്പ് നമുക്ക് റുക്കൂ ചെയ്യണം. അതിനു മുമ്പ് ഈ ഫാത്തിഹയിലെ ബാക്കിയുള്ള ഒരായത്തോ അല്ലെങ്കിൽ 2 ആയത്തൊക്കെ ഓതി തീർക്കാൻ കഴിയുമെങ്കിൽ എന്ത് ചെയ്യാം? അത് പെട്ടെന്ന് ഓതി തീർത്തിട്ട് റുക്കൂ ചെയ്യാണ് വേണ്ടത്. അങ്ങനെ ആകുമ്പോഴും അയാൾക്ക് റക്അത്ത് കിട്ടുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.